പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. തിരുവനന്തപുരത്ത് കോളറ ബാധ. നെയ്യാറ്റിൻകരയിലെ കാരുണ്യ ഹോസ്റ്റലിലെ 13-കാരന് രോഗം സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങളോടെ 16 പേർ ചികിത്സയിലാണ്. ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന യുവാവ് മരിച്ചത് കോളറ ബാധയെ തുടർന്നെന്ന സംശയമാണ് ഉയരുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിരിക്കുന്നു. ആർ റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം. ആർ റോഷിപാൽ, കോളറ സ്ഥിരീകരിച്ചു കഴിഞ്ഞ സാഹചര്യമാണുള്ളത്. എവിടെ നിന്ന് പടർന്നു? ജലജന്യ രോഗമാണ്. അതുകൊണ്ട് തന്നെ താമസിച്ചിരുന്ന ഇടങ്ങളിലെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ജലമടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ, ആദ്യഘട്ടത്തിൽ ഭക്ഷ്യവിഷബാധയാണെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അടക്കം പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ വിഷബാധയുടെ ഒരു ലക്ഷണവും കണ്ടെത്തിയില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയാണ് അനു എന്ന 26-കാരൻ ഈ ഹോസ്റ്റലിലെ അന്തേവാസി മരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം അടക്കം നടത്തിയാണ് മൃതദേഹം അടക്കം ചെയ്തത്. ഏതായാലും 13-കാരനായ മറ്റൊരു ഹോസ്റ്റലിലെ വിദ്യാർത്ഥിക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 പേരാണ് ഇപ്പോൾ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിൽ ഒരാൾക്ക് മാത്രമാണ് കോളറ സ്ഥിരീകരിച്ചത്. ഏതായാലും അവിടെ ആരോഗ്യ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരടക്കം എത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും പരിശോധന നടത്തി. പ്രതിരോധ പ്രവർത്തനങ്ങൾ അവിടെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പ്രദേശത്തേക്ക് സന്ദർശിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന നടക്കുന്നു. ഏതായാലും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് DHSൽ നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന മറുപടി. ഏതായാലും ഈ മരിച്ചയാൾ ഹോസ്റ്റലിൽ താമസിച്ച യുവാവ് ആ ഹോസ്റ്റലിൽ എപ്പോഴാണ് അയാൾക്ക് കോളറ സ്ഥിരീകരിച്ചത്? അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളോ മറ്റെന്തെങ്കിലും അസുഖങ്ങളായോ എപ്പോഴാണ് അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്? എപ്പോഴാണ് അയാൾ മരിച്ചത്? അതിനുശേഷം ഈ 13-കാരന് രോഗം സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിലാണോ അവിടെ മുൻകരുതലുകൾ സ്വീകരിച്ചത്? ഈ ആദ്യമുണ്ടായ കേസ്, ഫസ്റ്റ് കേസിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? സുജയ, പാലോട് സ്വദേശിയായ അനു 26-കാരൻ വ്യാഴാഴ്ചയാണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചത്. ഛർദിയും വയറിളക്കവുമായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിൽ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് വരികയായിരുന്നു. അവിടെ പരിശോധന നടത്തി. അവിടെ നിന്നും ചികിത്സയുടെ തുടർച്ചയായി പിന്നീട് ഹോസ്റ്റലിലേക്ക് തന്നെ തിരിച്ചുപോയി. പക്ഷേ പെട്ടെന്ന് വെള്ളിയാഴ്ച ആരോഗ്യസ്ഥിതി മോശമാവുകയും മരിക്കുകയുമായിരുന്നു. ഏതായാലും അതിനുശേഷമാണ് 13-കാരന് ആശുപത്രിയിൽ ചികിത്സയുള്ള 13-കാരന് കോളറ സ്ഥിരീകരിക്കുന്നു. അതിന് പിന്നാലെ തന്നെ ഗൗരവത്തോടെയുള്ള കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രദേശത്ത് തുടങ്ങുകയും ചെയ്തു. ഇപ്പോൾ 8 പേർ ചികിത്സയിലുണ്ട്. 8 വിദ്യാർത്ഥികൾ ചികിത്സയിൽ തിരുവനന്തപുരം SIT ആശുപത്രിയിലുണ്ട്. മറ്റു വിദ്യാർത്ഥികൾ പ്രായപരിധിയിലുള്ള കുട്ടികളാണത്. ഈ ഹോസ്റ്റലിലെ അന്തേവാസികൾ ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് റോഷിപാൽ? ഇതിൽ വിദ്യാർത്ഥികളുണ്ട്. അതിനൊപ്പം തന്നെ 30 വയസ്സ് വരെ പ്രായമുള്ളവരും ഉണ്ട്. അതിൽ 60ഓളം പേരാണ് ഹോസ്റ്റലിൽ അന്തേവാസികളായിട്ടുള്ളത്. അതിലിപ്പോൾ 8 പേർക്ക് മാത്രമാണ് രോഗലക്ഷണങ്ങളുള്ളത്. അതിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചു. മറ്റുള്ള 7 പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ട്. അവർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ രോഗം വരാനുള്ള സാധ്യത കാണുന്നു. കാരണം ഒരേ ഉറവിടമാണെങ്കിൽ സ്വാഭാവികമായും അവർക്കും രോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും വളരെ ഗൗരവത്തോടെയുള്ള നിരീക്ഷണവും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഏതായാലും ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച 13-കാരൻ്റെ ആരോഗ്യസ്ഥിതി ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ SIT ആശുപത്രി അധികൃതർ പറയുന്നത്. ഏതായാലും ഈ മരിച്ച 26-കാരനായ അനുവിന് കൃത്യമായ ലക്ഷണങ്ങളുണ്ടായിരുന്നു. ഈ കോളറയുമായി ബന്ധപ്പെട്ട് അനുവിൻ്റെ രോഗം സ്ഥിരീകരിക്കണം. അതിൻ്റെ പരിശോധനകൾ നടക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ സാമ്പിൾ ഉൾപ്പെടെ എടുത്തിരുന്നു. അനുവിൻ്റെ മരണത്തിന് ശേഷമാണ് 13-കാരൻ്റെ കോളറ സ്ഥിരീകരിച്ചത്. അതുകൊണ്ടാണ് അതിനൊരു കാലതാമസം ഉണ്ടായത്. ഏതായാലും വളരെ ആശങ്കപ്പെടുത്തുന്നതാണെങ്കിൽ പോലും ആ പ്രദേശത്ത് കൂടുതലിടങ്ങളിലേക്ക് അത്തരം വ്യാപിക്കുന്ന സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ DMO ഉൾപ്പെടെ പറയുന്നത്. സുജയ, റോഷിപാൽ, ഒരു കാര്യം നോക്കൂ. ഈ പെരിയാറിൽ രാസമാലിന്യം കലർന്നത്, അതുപോലെ തന്നെ ജലത്തിലൂടെയുള്ള മറ്റ് അസുഖബാധകൾ, അതേക്കുറിച്ചൊക്കെ നമ്മൾ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പെരിയാറിൽ തന്നെ കലർന്ന മാലിന്യം അത് ഏതൊക്കെ തരത്തിൽ ഗുരുതര രോഗങ്ങളിലേക്ക് നയിക്കുമെന്നുള്ളത് വ്യക്തമാക്കുമ്പോഴും അതിലൊന്നും ഒരു തുടർ നടപടികളോ നീക്കങ്ങളോ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നില്ല. ഇവിടെ ഇപ്പോൾ നോക്കൂ, നെയ്യാറ്റിൻകരയിൽ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളുകൾക്ക് ആണ് ഇപ്പോൾ രോഗബാധ. ചിലർക്ക് ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചു. ഒരു മരണം കോളറ ബാധയെ തുടർന്നാണ് എന്ന് സംശയിക്കുന്നു. പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ മഴക്കാലപൂർവ്വ ശുചീകരണം, അതുപോലെ തന്നെ ജലത്തിലൂടെ രോഗം പടരാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക, അങ്ങനെയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും പാളുകയാണോ? അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കുമ്പോഴും അതിൽ തുടർ നടപടികൾ എടുക്കുന്നതിലെ ആ ഒരു മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ എടുക്കാതിരിക്കൽ, അതൊക്കെ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുകയല്ലേ റോഷിപാൽ യഥാർത്ഥത്തിൽ?
സുജയ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നിയമസഭയിൽ ഈ സംസ്ഥാനത്തെ പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ ആരോഗ്യവകുപ്പ് പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം തന്നെ വിഷയം ഉന്നയിച്ചാണ്. വളരെ വിശദമായ ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾക്കും നിയമസഭ സാക്ഷ്യം വഹിച്ചു. പക്ഷേ അന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിയെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് പറയുമ്പോൾ തന്നെ ഇലക്ഷൻ കാരണം, തെരഞ്ഞെടുപ്പ് കാരണം പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് കൃത്യമായി അവലോകനങ്ങൾ നടന്നില്ല എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളിയതിൻ്റെ കൃത്യമായ പ്രതിഫലനം ഈ പകർച്ചവ്യാധി പടരുന്നതിലുണ്ട്. ഒന്ന്, ഡെങ്കി. കൃത്യമായ ഈ മുൻകരുതൽ ശുചീകരണങ്ങളൊക്കെ നടന്നിരുന്നെങ്കിൽ ഡെങ്കിയുടെ വ്യാപനം നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. H1N1 ഉണ്ട്, എലിപ്പനി അടക്കമുണ്ട്. മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. വെസ്റ്റ് നൈൽ ഉൾപ്പെടെയുള്ള ഇന്ത്യക്ക് പുറത്തു നിന്നും എത്തിയ അസുഖങ്ങൾ വ്യാപിക്കുന്നു. H1N1 ഏതാണ്ട് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ തന്നെ ഏതാണ്ട് മരണനിരക്ക് വളരെ കൂടുതലാണ്. ഡെങ്കി പിടിപെട്ട് തുടർച്ചയായി രണ്ടാമത് ഡെങ്കി പിടിപെട്ട് ആരോഗ്യസ്ഥിതി മോശമാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. പനി ബാധിച്ച ആശുപത്രികൾ പ്രതിദിനം എത്തുന്നവർ ആയിരക്കണക്കിന് പേരാണ്. ഏതാണ്ട് ഒരാഴ്ചക്കകം 70,000-അപ്പുറത്തേക്ക് സംസ്ഥാനത്ത് വിവിധ ആശുപത്രികളിൽ പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ട്. ഏതായാലും രോഗം, ഈ പകർച്ചവ്യാധികൾ ഒരു ഭാഗത്ത് പടർന്നു പിടിക്കുന്നു. ആരോഗ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ജലജന്യ രോഗങ്ങൾ പടരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് നൽകിയിരുന്നു. ഇപ്പോൾ തന്നെ ഈ അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അതായത് മുന്നറിയിപ്പുകൾ, പെരിയാറിൽ മാലിന്യം കലർന്നതും മീനുകൾ ചത്തുപൊങ്ങുന്നതുമായ സംഭവത്തിൽ തന്നെ എത്ര റിപ്പോർട്ടുകളാണ് വന്നത്? നമ്മൾ തന്നെ പരിശോധിച്ചപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ട കാര്യം, അത് സമ്മതിക്കുന്നതിന് തന്നെ എത്ര സമയമെടുത്തു സർക്കാർ. ഇവിടെ ഇപ്പോൾ നോക്കൂ, തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നത് കോളറയാണ്. കോളറ എന്ന ജലജന്യ രോഗം അതേ സ്രോതസ്സിൽ നിന്ന് തന്നെ ജലം ഉപയോഗിച്ചിട്ടുള്ള മറ്റാളുകൾക്കും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഹോസ്റ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടേക്ക് വെള്ളം എത്തിക്കുന്നത് എങ്ങനെയാണ്? അവിടെ തന്നെ ലഭ്യമായിട്ടുള്ള ജലസ്രോതസ്സാണോ അതോ പുറത്തുനിന്ന് എത്തുന്ന വെള്ളമാണോ? അതേക്കുറിച്ച് ഏതെങ്കിലും രീതിയിൽ പരിശോധനകൾ നടന്നിട്ടുണ്ടോ റോഷിപ്പാൽ? സുജയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ ഇതൊരു ഭക്ഷ്യവിഷബാധ എന്ന നിലയിലുള്ള പരിശോധനകൾ മാത്രമാണ് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം അടക്കം ആ ഒരു ഭക്ഷ്യവിഷബാധ എന്നുള്ള നിലയിൽ അവിടെയുള്ള ഭക്ഷണത്തിന്റെ സാമ്പിളുകൾ പരിശോധിക്കുന്നു. പക്ഷേ അതിലൊന്നും ആ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ രോഗം പടർത്തുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതോടുകൂടി അതിൻ്റെ ഒരു അന്വേഷണം അവിടെ നിർത്തുകയായിരുന്നു. പിന്നീട് അവിടെ ഒരു വിദ്യാർത്ഥി മരിക്കുന്ന സാഹചര്യവും അതിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു 13-കാരന് ഈ കോളറ സ്ഥിരീകരിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഗൗരവത്തോടെയുള്ള ഒരു പരിശോധനയും അന്വേഷണവും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ അനു എന്ന 26-കാരൻ കോളറ ലക്ഷണങ്ങളോടെ മരിച്ചത്. അതിന് പിന്നാലെ 13-കാരന് കോളറ സ്ഥിരീകരിക്കുകയും ചെയ്തു. 8 പേർ ഇപ്പോഴും SIT ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. ഇവർക്കൊക്കെ കോളറ ലക്ഷണങ്ങളുണ്ട്, കോളറ സ്ഥിരീകരിച്ചിട്ടില്ല. അതിൻ്റെ പരിശോധനയ്ക്ക് അവരുടെ രക്തസാമ്പിളുകൾ അടക്കം അവരുടെ സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെ പരിശോധനാ ഫലം പുറത്തു വരേണ്ടിയിരിക്കുന്നു. ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഒന്ന് തലസ്ഥാനത്താണ്. ഈ കുട്ടികൾ, ഭിന്നശേഷിക്കാരായ കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിലാണ് ഈ ദാരുണമായ ഈ ഗൗരവത്തോടെയുള്ള സംഭവം നടന്നത്. തുടക്കത്തിൽ എന്തായാലും ആരോഗ്യവകുപ്പ് ഈ വിഷയത്തെ ഗൗരവത്തോടെ കണ്ടില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൻ്റെ ഒരു പാകപ്പിഴ ഈ ഉണ്ടായിട്ടുണ്ട്. ആ പാകപ്പിഴ തന്നെയാണ് ഒരുപക്ഷേ ഈ ഒരു കുട്ടിയുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും മറ്റ് കുട്ടികളുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമാവാനുള്ള സാഹചര്യം ഒരുക്കിയതും. ഏതായാലും നിലവിൽ നിയന്ത്രണ വിധേയമാണ് എന്ന മറുപടിയാണ്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നുണ്ട്. ആശുപത്രിയിൽ കുട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥയടക്കമുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ രോഗത്തിൻ്റെ ഉറവിടം, അത് പുറത്തുനിന്ന് എത്തിച്ച വെള്ളമാണോ അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന കിണറിലെ വെള്ളമാണോ ഈ കോളറ പരത്തുന്ന അണുക്കളുള്ളത്, ബാക്ടീരിയ ഉൾപ്പെടെയുള്ള സാന്നിധ്യമുള്ളത് എന്ന് പരിശോധിച്ചതിൻ്റെ ഫലം ഉൾപ്പെടെ പുറത്തു വരേണ്ടതുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളടക്കം തന്നെ അല്പസമയത്തിനകം നമുക്ക് പങ്കുവെക്കാൻ കഴിയും. സുജയ, ഓക്കെ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം. എല്ലാവരും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ജലജന്യ രോഗങ്ങൾ പടരുന്ന സമയമാണ് മഴക്കാലം. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. തിരുവനന്തപുരത്താണ് കോളറ ബാധ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. 13-കാരന് രോഗം സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങളോടെയാണ് 16 പേർ ഇപ്പോൾ ചികിത്സയിലുള്ളത്. നെയ്യാറ്റിൻകരയിലെ കാരുണ്യ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന 26-കാരനായ യുവാവ് മരിച്ചത് കോളറ ബാധയെ തുടർന്നാണ് എന്ന സംശയവും ഇപ്പോൾ ബലപ്പെടുകയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഊർജിതമാക്കിയെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ഇതിൽ കൂടുതൽ വിവരങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കുമൊക്കെ നമുക്കെത്താം. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക്.